നിങ്ങൾ വേദനിച്ച വേദന എത്ര ദിവസമാണോ അതത്രയും അനുഭവിക്കാതെ ഞാൻ ഇവിടുന്ന് പോരില്ലെന്ന് ഭരണാധികാരി പറഞ്ഞപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളത് ചെയ്തേക്കരുതേ, നിങ്ങളത് ചെയ്തേക്കരുതേ. അത് ചെയ്യുന്ന പക്ഷം നിങ്ങളോടൊപ്പം ഞാനും കിടക്കും ഇവിടെ ജയിലിൽ. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ആർദ്രതയുടെ നീരൊഴുക്കിയപ്പോഴാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് കടന്നു വന്ന് ഹുസൈമ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ, തൊലി നിറം മഞ്ഞ വെച്ചിട്ടുണ്ട്, കണ്ണുകളിൽ ക്ഷീണമുണ്ട്, ശരീരം ശോഷിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് സുഖം പ്രാപിച്ചതിൻ്റെ ശേഷം മാത്രം അങ്ങ് വീട്ടിൽ പോയാൽ മതിയെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് ഹുസൈമ റളിയല്ലാഹു അൻഹു എന്തൊരു മനോഹരം. താൻ ഉപകാരം ചെയ്തത് ആരാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ആ ഉപകാരത്തിൻ്റെ പേരിൽ ഒരു കാരാഗ്രഹം ഈ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിത്രമാണിത്. ഹുസൈമതങ്ങളും ഇക്രിമതങ്ങളും അറിയാതെയായത് സംഭവിച്ചത്. ഇന്ന് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായി മാറുന്ന എത്രയോ കഥകളുണ്ട്. മുഅ്മിനെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ വിചാരിച്ചു പറയാണേ, ഉപകാരം ചെയ്ത ഒരു മനുഷ്യന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവം ചെയ്യല്ലേ, ഉപദ്രവം ചെയ്യല്ലേ. ഉപകാരം ചെയ്യുന്ന മുഴുവനാളും ഞാൻ ഈ ചെയ്യുന്ന ഉപകാരം فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സൂറത്തുൽ കഹ്ഫിന്റെ ഈ ആയത്തിന്റെ അവസാനത്തെ ഈ ആയത്തിൽ ഏതൊരു ഇഖ്ലാസിനെ കുറിച്ചാണോ പറയുന്നത്, ഞാൻ ചെയ്യുന്ന അമലിന്റെ കൂലി ആര് തരണം? അല്ലാഹു ജല്ല ജലാലു. തൻ്റെ കൂട്ടുകാരനെ സഹായിച്ചത്, കുടുംബത്തെ സഹായിച്ചത്, ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്തു കൊടുത്തത്, ഇതിൻ്റെ കൂലി ഒരു ചിരി എനിക്ക് വേണ്ട, അവരുടെ ഒരു സഹായം എനിക്ക് വേണ്ട. നമ്മളൊരു ഉപകാരം ചെയ്തു, ഒരു കല്യാണത്തിന് സഹായിച്ചു, ആ കല്യാണം നടക്കുന്ന അന്ന് അവർ നമുക്ക് ക്ഷണം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി? ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ചെയ്യുന്ന സേവനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു തന്നാൽ മതി എന്ന് ചിന്തിച്ച് സേവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികളായ വോളണ്ടിയർമാർ. കൂലി ആര് തരണം? അല്ലാഹു ജല്ല ജലാല്. ദുന്യാവിൽ കിട്ടിയേക്കും കിട്ടിയില്ല എന്ന് വരും. ആളുകൾക്ക് നമ്മുടെ കൈ നിറച്ച് തരാൻ പറ്റുമോ? ഇല്ല. ഒരാൾക്കും ഒരാളെയും ആവശ്യമാം വിധം സഹായിക്കാൻ കഴിയുകയുമില്ല. പ്രതിഫലം അള്ളാഹു എന്ന് പ്രതീക്ഷിച്ചോളി മുഅ്മിനെ, അള്ളാഹു എന്ന് കൂലി തരണമെന്ന് പ്രതീക്ഷിച്ചോളി. ഇക്രിമ റളിയല്ലാഹു അൻഹു തങ്ങളാ ചെയ്ത മഹാസേവനം ആരോടും പറയാതെ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല. നാലാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം ഇക്റാമുൽ അഹ്ലി, നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള കടപ്പാടുകളാണ്. ബന്ധുമിത്രാദികളോട് ശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യസ്അലൂനക മാദാ യുൻഫിഖൂന ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين. അങ്ങയോടവർ ചോദിക്കുന്നുണ്ട് നബിയേ, മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്? ഖുൽ മാ അൻഫഖ്തും, നിങ്ങൾ എന്ത് കൊടുത്താലും, മിൻ ഖൈരിൻ, എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും ആ നന്മ ഏറ്റവും ആദ്യം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുക്കളുമാണ്. നിങ്ങളുടെ ബന്ധുക്കളും മാതാപിതാക്കളുമാ നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്വീകർത്താക്കൾ. നിങ്ങൾ അവരവഗണിക്കല്ലേ. സമ്പത്തുണ്ടായതിൻ്റെ പേരിൽ ജ്യേഷ്ഠനോട്, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അനുജനോട് ബഹുമാനക്കുറവ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഇഷ്ടക്കുറവ്, ഒരു ബന്ധക്കുറവ്. നമ്മളൊക്കെ വലിയ ആളുകൾ, ആ കുടുംബം നമ്മളോട് യോജിക്കുന്നില്ല. ആര്? നിന്റെ രക്തബന്ധമുള്ള ആളുകളോ? ചെയ്യാൻ പാടില്ല. അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര്. അത് ഹൃദയത്തിൽ കടക്കുന്നവർക്ക് സ്വർഗമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം കിട്ടേണ്ടത് ആർക്കാ? തങ്ങളുടെ ബന്ധുക്കൾക്കാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയുണ്ട്. മദീനയിലെ ഏറ്റവും മനോഹരമായ
ബൈറുഹ എന്ന ഈത്തപ്പന തോട്ടമുള്ള സ്വഹാബി മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചുവല്ലോ. വിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങുന്ന നേരം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നബിയെ പഠിപ്പിച്ചു കൊടുക്കണം. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് അല്ലാഹുവിന് നൽകുന്നവരേക്കും നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ സ്വതക്ക കൊടുക്കാൻ എനിക്ക് പേടിയാണ്. എന്തേന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു സ്വതക്ക ചെയ്ത ലിസ്റ്റ് വായിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് കീറിപ്പറഞ്ഞൊരു കുപ്പായം 1 സംഭാവന, ഇതൊക്കെ അല്ലാഹു വായിക്കുമ്പോൾ എന്തൊരു മോശാണ്. ഞാൻ ഈ കീറിപ്പറഞ്ഞതൊക്കെ കൊടുക്കുമ്പോൾ അല്ലാഹു ഇത് വായിക്കുമ്പോൾ കൊടുക്കുന്നത് നല്ലതാവണ്ടേ, ഏറ്റവും നല്ലതാവണ്ടേ, അതില്ലെങ്കിൽ ഞാൻ കൊടുക്കൂല. അള്ളാഹുവിൽ നിന്ന് നന്മ വേണ്ടേ, പ്രതിഫലം വേണ്ടേ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നോ? അതാണ് ഇത്. ഭയങ്കര ആയത്താണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്തുമാകാം. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സ്നേഹം ഇത് അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഖൽബ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് കൊടുത്തോ? ഉറക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരൽപ്പനേരം ഉറക്ക് നിങ്ങൾ ഒഴിച്ച് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അവിടെ ബാധകമാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ നൽകുന്നത് വരെ നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ലെന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ ഇന്ന അഹബ്ബൽ മാലി ഇലയ്യ ബൈറുഹ, നബിയേ നിങ്ങൾ പോയിരിക്കാറുള്ള ബൈറുഹ എന്ന എൻ്റെ തോട്ടം അതെനിക്കിഷ്ടപ്പെട്ടതാണ് നബിയേ. അങ്ങവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടല്ലോ, അങ്ങ് ഇരിക്കാറുണ്ടല്ലോ ആ തോട്ടത്തിൽ. മദീനയുടെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഈ തോട്ടം ഫഇന്നഹാ സ്വദഖത്തുൽ ലില്ലാഹ്, ഇത് അല്ലാഹുവിന് ദാനമാണ് നബിയേ. അർജു ബിർറഹാ വദുഖറഹാ ഇൻദല്ലാഹ്, അതിൻ്റെ നന്മയും അതിൻ്റെ പ്രതിഫലവും നാളെ പരലോകത്ത് അല്ലാഹു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ. ഫളഅഹാ യാ റസൂലല്ലാഹി ഹൈസു അറാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എന്താണോ തോന്നിപ്പിച്ചു തരുന്നത് അങ്ങനെ ചെലവഴിച്ചേക്കണം നബിയെ എന്ന് ഹബീബിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വലിയ ഒരു തോട്ടത്തിൻ്റെ മുതലാളി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ മനസ്സ് പൊട്ടിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തരണ്ടയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ, എൻ്റെ വരുമാനം അതാണ്, എടുത്തേക്കും നബിയെ. അങ്ങനെയല്ലേ നമ്മുടെ പള്ളികൾക്കും നമ്മുടെ മദ്രസകൾക്കും നമ്മുടെ യതീംഖാനകൾക്കും ഒരുപാട് വരുമാനങ്ങളായത്. നമ്മുടെ പൂർവ്വഗാമികൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്ലിപ്പമാർ, ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മമാർ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ സ്വർണം, ഒരുപാട് തെങ്ങുകൾ, തോപ്പുകൾ, പറമ്പുകൾ പള്ളിക്ക് വേണ്ടി വഖഫാക്കി. എന്താ ഇത്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാ, അള്ളാഹുവിന് കൊടുക്കാൻ. ഹബീബായ തങ്ങളിത് കേൾക്കേണ്ട താമസം അവിടെ നിന്ന് പറഞ്ഞു, ബഖിൻ ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്. കൺഗ്രാറ്റുലേഷൻസ് അബൂ ത്വൽഹ, ഈ സമ്പത്ത് നിങ്ങൾക്ക് ലാഭം തരും, ഇത് നിങ്ങൾക്ക് ലാഭം തരും, ഇത് നിങ്ങൾക്ക് ലാഭം തരും അബൂ ത്വൽഹ. വഇന്നി അറാ അൻ തജ്അലഹാ ഫിൽ അഖറബീൻ. ഇവിടെ ആ വിഷയം. അബൂ ത്വൽഹ, നിങ്ങളത് നിങ്ങളുടെ കുടുംബക്കാരിൽ പാവപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് കൊടുക്കലാണ് എൻ്റെ ഇഷ്ടം അബൂ ത്വൽഹ. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണേ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഫ്അൽ യാ റസൂലല്ലാഹ്, അങ്ങ് വീതിച്ചു കൊടുത്തോളൂ നബിയേ. അഫ്അലു യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്തേക്കാം നബിയേ. ഫഖസമഹ അബൂ ത്വൽഹ ഫി അഖാരിബിഹി വബനി അമ്മിഹി, തൻ്റെ ബന്ധുക്കൾക്ക്, എളാപ്പ മൂത്താപ്പമാരുടെ മക്കൾക്ക് അത് വീതിച്ചു കൊടുത്തു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, നിങ്ങളുടെ ബന്ധുക്കളെ സഹായിക്കുവിൻ, അവരെ കരകയറ്റുവിൻ. അല്ലേ, തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും. തപോദിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അങ്ങനെയാണ്.